വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. ഈ പെരുന്നാളുകളുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് ഈദ്ഗാഹിൽ പങ്കെടുത്തുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കലാണ്. ആ ഖൈറിൽ അതിൻ്റെ ബറക്കത്തിലൊക്കെ പങ്കെടുക്കലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിവസങ്ങളിൽ ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും ഈദ്ഗാഹിലേക്ക് പോകാനും അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിന്നോട്ടെ, ബാക്കി എല്ലാറ്റിലും അവർ പങ്കെടുക്കട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാടുകളിലുള്ള ധാരാളം സ്ത്രീകൾക്ക് അവർക്ക് പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതിൽ ഒന്ന്, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല, അതേപോലെയുള്ള ഈദ്ഗാഹുകളിലേക്ക് പോകാൻ അവർക്ക് പാടില്ല, അവർ വീടുകളിൽ തന്നെയാണ് ഇരിക്കേണ്ടത് എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ധാരാളം ആളുകൾ അവരുടെ ഉമ്മമാരെ, അവരുടെ ഇണകളെ, അവരുടെ സഹോദരികളെ, അവരുടെ പെൺകുട്ടികളെ ഈ വലിയ പുണ്യത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയുന്നത്. അവർക്ക് യാതൊരു ഹുജ്ജത്തുമില്ല. വേറെ ചില സ്ത്രീകൾ അവർക്ക് പെരുന്നാളിന് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരൊന്നുമല്ല. പക്ഷേ പെരുന്നാളിൻ്റെ പായസമുണ്ടാക്കുക, പെരുന്നാളിൻ്റെ പലഹാരമുണ്ടാക്കുക, പെരുന്നാളിൻ്റെ ബിരിയാണി ഉണ്ടാക്കുക, വീട്ടിലേക്ക് വിരുന്നുകാർ വരും, അതല്ലെങ്കിൽ ടൂർ പോകാനുണ്ട്, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് ധാരാളം സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. മൂന്നാമതൊരു വിഭാഗം അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കാതെ അത് പുരുഷന്മാർക്കുള്ളതാണ്, സ്ത്രീകൾ പോവേണ്ടതില്ല എന്ന ഒരു ധാരണയിൽ ധാരാളം സ്ത്രീകൾ വീടുകളിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ 3 നിലക്ക് ഇതിനോട് കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാരോട് പറയാനുള്ളത്, അതോടൊപ്പം അവരുടെ വലിയകളോടും അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടും പറയാനുള്ളത്, 2 പെരുന്നാളുകളാണ്, 2 ആഘോഷങ്ങളാണ് നമുക്കുള്ളത്. ആ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ സ്ത്രീകളെ ഈ മഹത്തായ ഖൈറിനെ തൊട്ട് ഒരിക്കലും തടയാൻ പാടില്ല. ശ്രദ്ധിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? സ്വഹാബ വനിതകൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ശ്രദ്ധിക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, കുറ്റമറ്റ ഹദീസാണ്, ആർക്കും തർക്കമില്ലാത്ത ഹദീസാണ്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ്. പല പണ്ഡിതന്മാരും പറയുന്നത് ഇത് നിർബന്ധത്തിൻ്റെ കൽപ്പനയാണ് എന്നാണ്. മഹാഭൂരിപക്ഷം പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രോത്സാഹനമാണ്. എന്നാൽ ചിലരെങ്കിലും പറഞ്ഞു ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്. രണ്ടാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടല്ലോ. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചത്? അൻ നുഖ്രിജഹുന്ന ഫിൽ ഫിത്രി വൽ അദ്ഹ അൽ അവാതിഖ വൽ ഹുയ്യദ വദവാതിൽ ഖുദൂർ. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ, അല്ലെങ്കിൽ പ്രായപൂർത്തിയോട് അടുത്ത പെൺകുട്ടികൾ, അവർക്കാണ് ആത്തിഖ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കല്യാണപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികൾ, അവർ പൊതുവെ പുറത്തിറങ്ങാറില്ല, അവർ വീടുകളിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാത്തവരാണ്. പക്ഷേ അവരെ അതേപോലെ തന്നെ വൽ ഹുയ്യള, ഹുയ്യള് എന്ന് പറഞ്ഞാൽ ആർത്തവകാരികളായ ഹായിലുകളായ സ്ത്രീകൾ, അതേപോലെ തന്നെ വദവാത്തിൽ ഖുദൂർ, കന്യകകളായ, ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത കന്യകകളായ പെൺകുട്ടികൾ, ഇവരെയെല്ലാം ഞങ്ങൾ പെരുന്നാൾ ദിവസം അഥവാ യൗമുൽ ഫിത്റിലും അതേപോലെ തന്നെ അദ്ഹയിലും, ഈദുൽ ഫിത്റിലും ഈദുൽ അദ്ഹയിലും, ഈ 2 പെരുന്നാളിനും ഇവരെയെല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഈദ് മുസല്ലയിലേക്ക് കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചു എന്നാണ്. ഫഅമ്മൽ ഹുയ്യളു, എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകളാണെങ്കിലോ, ഫയഅ്തസിൽന സ്വലാത്ത, അവർ നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ. ചില ഹദീസിലുള്ളത് മുസല്ല എന്നാണ്, നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കട്ടെ. അപ്പോൾ നമസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന്, ഈദ്ഗാഹ് ആണെങ്കിൽ അവർക്ക് പിറകിലേക്ക് നിൽക്കാം, പള്ളിയാണെങ്കിൽ അതിൻ്റെ സൈഡിലോ മറ്റോ സൗകര്യമുള്ള ഭാഗങ്ങളിൽ അവർക്ക് നിൽക്കാം. അവർ നമസ്കാരത്തിൽ പങ്കെടുക്കാതിരുന്നാൽ മതി. വയഷ്ഹദിനൽ ഖൈറ, നോക്കൂ, ആ വമ്പിച്ച ഖൈറിന് അവർ സാക്ഷികളാവട്ടെ എന്നാണ്. കാരണം പെരുന്നാൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ
അത് ഏറ്റവും വലിയ ഖൈറാണ്. അന്ന് നടക്കുന്ന ഖുത്തുബ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഖൈറാണ്. ആ ഖൈറിന് അവർ സാക്ഷികളാവട്ടെ. വദഅവത്തൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവർ സാക്ഷികളാവട്ടെ. അത് മുസ്ലിമീങ്ങളുടെ പ്രബോധന പ്രവർത്തനമെന്നുമാകാം, അതല്ലെങ്കിൽ അന്ന് നിർവഹിക്കപ്പെടുന്ന ഖതീബ് നിർവഹിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ അവർക്ക് പങ്കെടുക്കാം, ഖൈറുകളിൽ അവർക്ക് പങ്കെടുക്കാം. അങ്ങനെ അവർ പങ്കെടുക്കട്ടെ എന്നാണ്. അപ്പോൾ ഖുൽതു, ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇഹ്ദാനാ ലാ യകൂനു ലഹാ ജിൽബാബുൻ, അള്ളാഹുവിൻ്റെ റസൂലെ, ജിൽബാബില്ലാത്ത, മൂടുപടമില്ലാത്ത, ശരീരം മുഴുവൻ മൂടി പുതച്ചുകൊണ്ട് ഔറത്ത് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രം, അത് സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ മേലെ ധരിക്കുന്ന വസ്ത്രമാണ് ജിൽബാബ് എന്ന് പറയുന്നത്. ആ ജിൽബാബ് പുറത്തു പോകുമ്പോൾ സ്ത്രീകൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് പുറത്തു പോകുമ്പോൾ ജിൽബാബ് ധരിക്കാനില്ലാത്ത ആളുകൾ എന്തു ചെയ്യും? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, അങ്ങനെയുള്ളവർ വീട്ടിലിരുന്നോട്ടെ എന്ന്? ഇല്ല, മറിച്ച് പ്രവാചകൻ പറഞ്ഞത് ലിതുൽബിസ്ഹാ ഉഖ്തുഹാ മിൻ ജിൽബാബിഹാ, അവരുടെ സഹോദരിമാർ, മറ്റു മുസ്ലിമീങ്ങളിൽപ്പെട്ട സ്ത്രീകൾ, അവരുടെ കൈകളിലുള്ള ജിൽബാബ് ഇവർക്ക് അന്നേ ദിവസം ധരിക്കാൻ കൊടുക്കട്ടെ എന്നാണ്. അപ്പോൾ മറ്റുള്ളവരോട് വാങ്ങിയിട്ടെങ്കിലും, മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ടെങ്കിലും, അല്ലെങ്കിൽ അവർ സഹായിച്ചിട്ടെങ്കിലും ഒരു ജിൽബാബ് സംഘടിപ്പിച്ചിട്ട് എല്ലാ സ്ത്രീകളും അന്ന് ആ ഖൈറിൽ പങ്കെടുക്കട്ടെ, മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ പങ്കെടുക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത്രയും വലിയ ഖൈറ്, ഇത്രയും വലിയ നന്മയാണ് പല ആളുകളും വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് തടസ്സമായി നിൽക്കുന്നത്, അവർക്ക് തടസ്സപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഉപയോഗിച്ച പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയട്ടെ, കുന്ന നുഅ്മറു അൻ നഖ്റുജ യൗമൽ ഈദി ഹത്താ നുഖ്രിജൽ ബിക്റ മിൻ ഖിദ്രിഹാ ഹത്താ നുഖ്രിജൽ ഹുയ്യദ ഫയകുന്ന ഖൽഫൻ നാസ് ഫയുകബ്ബിർന ബിതക്ബീരിഹിം വയദ്ഊന ബിദുആഇഹിം യർജൂന ബറകത ദാലികൽ യൗം. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂല് ഞങ്ങളോട് കൽപ്പിച്ചു, പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കണമെന്ന്, ഈദ്ഗാഹിലേക്ക് ഞങ്ങൾ പോകണമെന്ന്, കന്യകകളെയും ഹൈളുകാരികളെയും കൊണ്ടുപോകണം. എന്നാൽ ഹൈളുകാരികളായ ആളുകൾ അവർ ജനങ്ങളുടെ പിറകിൽ നിൽക്കട്ടെ, അവർ നമസ്കരിക്കേണ്ടതില്ല. എന്നാൽ ഫയുകബ്ബിർന ബിതക്ബീരിഹിം, അവർക്ക് തക്ബീറുകൾ ചൊല്ലാം, വയദ്ഊന ബിദുആഇഹിം, ആ ദുആകളിലെല്ലാം പങ്കെടുക്കാം, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിൽ അവർക്ക് പങ്കെടുക്കാം. യർജൂന ബറകത ദാലികൽ യൗം, ആ ദിവസത്തിൻ്റെ ബറക്കത്ത് അവർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വമ്പിച്ച ബറക്കത്തുള്ള ദിവസമാണ് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റുമൊക്കെ. അന്നത്തെ വമ്പിച്ച ബറക്കത്ത് ലഭിക്കുന്ന അമലാണ് പെരുന്നാൾ നമസ്കാരവും ഖുതുബയുമൊക്കെ, ഇമാമ് നടത്തുന്ന ദുആയൊക്കെ. അതിലൊക്കെ പങ്കെടുക്കാൻ അവർക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഖൈറിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട എല്ലാവരും അന്ന് ഈദ്ഗാഹിലേക്ക് പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. എന്നിട്ടും പലരും സ്ത്രീകളെ തടയുകയാണ്. അവർക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അവരെ സമ്മതിക്കുന്നില്ല, സ്ത്രീകൾ പോവേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുകയാണ്. പല സ്ത്രീകളും സ്വമേധയാ പോവാതിരിക്കുന്നവരുണ്ട്. വേറെ പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുന്നാളിൻ്റെ തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഖൈറിനെ ഒഴിവാക്കി അവർ അതിനേക്കാൾ ഖൈറായി പായസത്തെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഒക്കെയാണ് കാണുന്നത്. അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖറജ്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫിത്രിൻ ഔ അദ്ഹ ഫസല്ല സുമ്മ ഖതബ സുമ്മ അത النساء ഫവഅലഹുന്ന വദക്കറഹുന്ന വഅമറഹുന്ന ബിസ്സദഖ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ചെറിയ പെരുന്നാളിനോ അല്ലെങ്കിൽ ബലിപെരുന്നാളിനോ പോയി പുറപ്പെട്ടു. അങ്ങനെ പ്രവാചകൻ നമസ്കരിക്കുകയും ശേഷം ഖുതുബ പറയുകയും ചെയ്തു. പിന്നീട് പ്രവാചകന് തോന്നി സ്ത്രീകളുടെ ഭാഗത്തേക്ക് കേട്ടിട്ടില്ല എന്ന്. പ്രവാചകൻ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകം പോയി ഫവഅലഹുന്ന, അവർക്ക് ഉപദേശങ്ങൾ നൽകി, അവരെ ഓർമ്മപ്പെടുത്തി. വഅമറഹുന്ന ബിസ്സദഖ, സദഖ ചെയ്യാൻ വേണ്ടി അവരോട് കൽപ്പിച്ചു. അങ്ങനെ അവർ ധാരാളം സ്ത്രീകൾ സദഖ ചെയ്തു. അപ്പോൾ നോക്കി, ഈ ഖൈറുകളിലൊക്കെ സ്ത്രീകൾക്കും പങ്കെടുക്കാം. ഇസ്ലാം ഒരിക്കലും അത് വിലക്കിയിട്ടില്ല. പ്രത്യേകിച്ചും പെരുന്നാളുകളിൽ ശക്തമായ പ്രോത്സാഹനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. സ്വഹാബികളെല്ലാം അത് പ്രാവർത്തികമാക്കിയവരായിരുന്നു. എന്നിട്ടും എന്തേ ഈ സമൂഹത്തിൽ പല പേരും പറഞ്ഞുകൊണ്ട് അവർ സ്ത്രീകളെ തടയുന്നു? ഈ ഖൈറാത്തുകൾ സ്ത്രീകൾക്ക് തടയപ്പെടുന്നു. ചിന്തിക്കുക, ആലോചിക്കുക. ഈ വലിയ മഹത്തായ അവസരങ്ങൾ ഒരിക്കലും സഹോദരിമാരെ നമ്മൾ കളയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.